എന്റെ പ്രതി അടിവസ്ത്രം ഇടാറേ ഇല്ല എന്നാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ ബിലോങ്ങിങ്സിൽ മറ്റൊരു അണ്ടർവെയർ ഉണ്ടായിരുന്നു. തുണ്ടി വസ്തുവായ അണ്ടർവെയർ കോടതി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അളവെടുത്തില്ല എന്നുള്ളത്. ഇവിടെ ഇത് പിടിച്ചപ്പോൾ ഒരാൾ 86 ഒരാൾ 83 ഞാൻ പിടിച്ചു നോക്കിയപ്പോൾ അതിലും ഡിഫറൻ്റാണ്. പോലീസ് ഉദ്യോഗസ്ഥർ ചിലർ അല്പം കളിയാക്കി തന്നെ മഹസർ തയ്യാറാക്കാൻ അറിയില്ലേ എന്ന് തന്നെ ചോദിച്ചപ്പോൾ ഞാൻ അളവെടുത്തിരുന്നു, പക്ഷേ എഴുതിയിട്ടില്ല. അതിൽ എഴുതാത്തതിന് കാര്യം ഇന്നതാണ്. അണ്ടർവെയർ ഒരിക്കലും നമ്മൾ ഇട്ടു നോക്കി വാങ്ങിക്കുന്ന ഒരു സാധനമല്ല. യൂണിവേഴ്സലായിട്ട് അതിലൊരു ലേബൽ കാണും. അതിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ലേബലിനെ നമ്മൾ എപ്പോഴും വിശ്വസിക്കും. അടിവസ്ത്രത്തിൽ ഹാഷിഷിന്റെ അംശം ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്താൻ കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയില്ല. ഡ്രഗ് എടുത്ത് വസ്ത്രത്തിൽ അല്പം പെരട്ടി വെക്കുക, എന്നിട്ട് അതിനെ കെമിക്കൽ അനാലിസിസിന് അയച്ചിട്ട് ഡ്രഗിന്റെ അംശം ഉണ്ടെന്ന് വരുത്തുക. ഡ്രസ്സിൽ ബ്ലഡിന്റെ അംശം തേച്ച് പിടിപ്പിക്കുക. ഇതൊരു $1 മില്യൺ തീരുമാനമായിരുന്നു എന്ന് പറയും. ഈ രണ്ടെണ്ണവും തീർച്ചയായിട്ടും ഈ വിചാരണ നടന്ന 1 വർഷവും ഇതൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. അതിലെ കോടതിയിലെ സാറിന്റെ പെർഫോമൻസ് ഒക്കെ ഞാൻ നേരിട്ട് കണ്ടതാണ്. അവിടെ ഉയർന്ന ഏറ്റവും വലിയൊരു ചോദ്യം, അവിടെ മാത്രമല്ല പുറത്ത് എന്നോടും പലരും ചോദിച്ചിരുന്ന ചോദ്യം, ഈ അണ്ടർവെയർ തുണ്ടി വസ്തുവായ അണ്ടർവെയർ കോടതി കൊടുക്കുമ്പോൾ എന്തുകൊണ്ട് അളവെടുത്തില്ല എന്നുള്ളതാണ്. അത് സാർ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. വിധിയിൽ അതിനേക്കാൾ വ്യക്തതയോടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇത് ആക്ച്വലി എൻ്റെ സുഹൃത്തുക്കളായ പോലീസ് ഉദ്യോഗസ്ഥർ പലരും എന്നോട് ചോദിക്കും, ചിലർ അല്പം കളിയാക്കി തന്നെ, അതായത് മഹസർ തയ്യാറാക്കാൻ അറിയില്ലേ എന്ന് തന്നെ ചോദിച്ചിട്ടുണ്ട് ചിലർ. പക്ഷേ ഇതിൽ 2 കാര്യങ്ങളാണ്. ഈ മഹസർ എന്ന് പറയുന്നതിനെ പ്രിപ്പയർ ചെയ്യണമെന്ന് നിയമത്തിൽ അങ്ങനെ കണിശമായിട്ടൊന്നും എങ്ങും പറയുന്നില്ല. എങ്കിലും നമ്മൾ 2 കാര്യങ്ങളാണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട 2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ട്രാൻസ്പെയറൻ്റ് ആയിരിക്കണം. എന്ത് കാര്യങ്ങളിലും ട്രാൻസ്പെയറൻസി വേണം. സുതാര്യമായിട്ട് അത് അത് ഒരു എവിഡൻസ് നമ്മൾ എടുക്കുമ്പോൾ അതിൽ ആ എവിഡൻസായി എടുക്കുന്ന സംഗതിയെക്കുറിച്ച് സുതാര്യത പുലർത്തണം. അതിലൊന്നും ഹിഡനായിട്ടൊന്നും വരരുത്. ഓപ്പണായിരിക്കണം, സത്യമായിരിക്കണം ഈ കേസുകളെ നയിക്കേണ്ടത്. അതൊരു കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറഞ്ഞാൽ ഒബ്ജക്റ്റീവായിരിക്കണം. അതിൽ സബ്ജക്റ്റിവിറ്റി വരരുത്. ഞാൻ നോക്കിയപ്പോൾ ഇങ്ങനെ, താങ്കൾ നോക്കിയപ്പോൾ അങ്ങനെ, അതില്ല, പാടില്ല. കോടതിയിൽ സംശയലേശമന്യേ വേണം ഇത് പ്രസൻറ്റ് ചെയ്യേണ്ടത്. ഇത് ഞങ്ങൾ അവിടെ വെച്ച് അളവെടുത്തപ്പോൾ തന്നെ സാധാരണ പോലെ, കാര്യം ഞങ്ങളുടെ പോലീസ് ഉദ്യോഗസ്ഥർ നമ്മളെ അസിസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവരൊക്കെ എത്രയോ വർഷമായിട്ട് അവർക്കൊക്കെ ഈ സാധാരണഗതിയിലുള്ള ജോലി ചെയ്തുള്ള ശീലമാണുള്ളത്. അതായത് എന്ത് കാര്യം കിട്ടിയാലും അതിലൊരു ഇത് പിടിച്ച് അളവെടുക്കുക, അത് തെറ്റൊന്നുമല്ല, തൂക്കം നോക്കുക, അളവെടുക്കുക. പക്ഷേ ചില സാധനങ്ങളിൽ നമുക്ക് കൃത്യമായ അളവ് പറയാൻ പറ്റാത്ത ചില സാഹചര്യം വരും. അത്തരത്തിലൊരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായത്. അവിടെ 2 പേരെ കൊണ്ട്, ഞാൻ സാധാരണ അങ്ങനെ ചെയ്യും, ഒരാളെ കൊണ്ട് ലെങ്ത്ത് പിടിപ്പിച്ച് ഞാൻ വേറൊരാളിനെയും കൂടെ കൊണ്ട് നോക്കിക്കും, എത്രയുണ്ടെന്ന് ചോദിക്കും. അതെന്തിനാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഡബിളി ഷുവറാക്കാൻ വേണ്ടിയാണ്. ഞാൻ പിടിച്ചാലും താങ്കൾ പിടിച്ചാലും ഒബ്ജക്റ്റീവ് ആണെങ്കിൽ ഒരേ അളവാണ് വരേണ്ടത്. ഇവിടെ ഇത് പിടിച്ചപ്പോൾ ഒരാൾ 86 ഒരാൾ 83 അങ്ങനെ 1-2 അളവ് പല പ്രാവശ്യം കിട്ടി. ഞാൻ പിടിച്ച് നോക്കിയപ്പോൾ അതിലും ഡിഫറൻ്റാണ്. ഇതിൽ നിന്ന് എനിക്കൊരു കാര്യം വളരെ വ്യക്തമാണ്. ഈ നമ്മൾ എലാസ്റ്റിസിറ്റി ഉള്ളൊരു സാധനം ഇങ്ങനെ പിടിച്ചിട്ട് വെച്ചിട്ട് ഒരു തവണ എടുത്തു കഴിഞ്ഞാൽ ആ അളവല്ല, വീണ്ടും ഒന്നുകൂടെ ഇതിനെ നിവർത്തിയിട്ട് വീണ്ടും വയ്ക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട എലാസ്റ്റിസിറ്റി ഉള്ള അണ്ടർവെയർ സാധനങ്ങൾ. അതെ. അപ്പോൾ ഇതിൽ അത് എക്സാക്ട്ലി സംഭവിക്കുന്നു. പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം, എനിക്ക് അണ്ടർവെയറിനെ സംബന്ധിച്ച് തോന്നിയ ഒരു കാര്യം, അണ്ടർവെയർ ഒരിക്കലും നമ്മൾ ഇട്ടു നോക്കി വാങ്ങിക്കുന്ന ഒരു സാധനമല്ല. അങ്ങനെ നമുക്ക് ഇട്ടു നോക്കി മേടിക്കാനും പറ്റത്തില്ല. അപ്പോൾ ഈ അണ്ടർ ഗാർമെൻറ്റ്സ് എന്ന് പറയുന്ന സാധനത്തിൽ യൂണിവേഴ്സലായിട്ട് അതിലൊരു ലേബൽ കാണും. അതിനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ ലേബലിനെ നമ്മൾ എപ്പോഴും വിശ്വസിക്കും. അത് യൂണിവേഴ്സലി കറക്റ്റായിരിക്കും. ഒരു സാധാരണഗതിയിൽ ഒരിക്കലും ഹാർഡ്ലി എവർ അതിലൊരു മിസ്റ്റേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ അതുണ്ടാവും. അതുകൊണ്ട് ഇതിൻ്റെ കമ്പനി ലേബലിനെ ഒരിക്കലും സസ്പെക്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. പിന്നെ ഈ പറയുന്ന പോലത്തെ അളവുകൾ എഴുതിയാൽ തന്നെ, ഒരു പക്ഷേ നമ്മളൊരു അളവ് എഴുതി 84 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അങ്ങനെ ഒരു അളവ് എഴുതി വെച്ചിട്ട്, അല്ലെങ്കിൽ 85 അല്ലെങ്കിൽ 86 നമ്മൾ കാണപ്പെട്ട ഒരു അളവ് എഴുതി കുറേ നാളുകൾക്ക് ശേഷം കോടതിയിൽ ഇരുന്ന് ഇത് അല്പം വലിയ രൂപഭേദം ചൂടായി 35 വർഷമൊക്കെ ഇതുപോലെ ഇരിക്കുന്ന സാഹചര്യം വരും. അതെ, അങ്ങനെയൊക്കെ 35 വേണ്ട, ഇതൊക്കെ ഒരു 3 മാസം 4 മാസം ഇരുന്നാൽ തന്നെ ചിലപ്പോൾ ഇത് വരും. ചിലപ്പോൾ ഇത് കോടതിയിൽ അളക്കുമ്പോൾ, കോടതിയിൽ വെച്ച് പ്രതിഭാഗം വക്കീലന്മാർക്ക് അവർക്ക് നമ്മുടെ ഭാഗത്തൊരു കോൺട്രഡിക്ഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ് അവർ ചോദിക്കും, സാർ ഈ താങ്കളിത് ഈ സെൻറ്റിമീറ്റർ എത്ര ഇത് അളന്നല്ലോ, അപ്പോൾ അന്ന് എത്ര സെൻറ്റിമീറ്റർ നീളം ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതിൽ പറഞ്ഞിരിക്കുന്ന അത്രയും താങ്കൾ ഇത് പിടിച്ചൊന്ന് അളന്നാട്ടെ എന്ന് പറഞ്ഞ് ഒരു ടേപ്പ് എടുത്ത് കയ്യിൽ തന്ന് ഇത് പിടിക്കുമ്പോൾ
പിടിച്ചു നോക്കുമ്പോൾ അന്ന് 84 പകരം 86 ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 88 ഉണ്ടെങ്കിൽ നമുക്ക് പല ഒഴിവുകഴിവും പറയാം. അര ഇഞ്ച് കൂടിയാൽ പോലും നമ്മൾക്ക് ഒഴിവഴി പറയാം, ഇതിങ്ങനെ ഇതായതായിരിക്കും, ഇതല്പം വികസിച്ചതായിരിക്കും എന്നൊക്കെ പറയാമെങ്കിലും അവിടെയൊക്കെ ഉണ്ടാക്കുന്ന സസ്പീഷൻ്റെ ബെനിഫിറ്റ് അക്യൂസിനാണ് പോകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കണമെന്ന് എനിക്ക് നന്നായിട്ട് തോന്നി. അന്ന് തന്നെ ഞാനിങ്ങനെ നമ്മൾ കോടതിയിൽ ഈ വാദം നിരന്തരം കോടതിയിൽ പ്രതിഭാഗം ഉന്നയിച്ചിരുന്നു. അളവെടുത്തില്ല പുറത്ത് പബ്ലിക് പറയുന്നു. അതെ, ഇത് കോടതിയിൽ ഈ നമ്മൾ എന്തെങ്കിലും ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോഴെല്ലാം നമ്മൾ കോടതിയിലെ ചോദ്യങ്ങളെ മുൻകൂട്ടി കാണണം. അങ്ങനെ നമ്മൾ ഒരു ഇതിൽ എടുത്താൽ മാത്രമേ ഇത് വളരെ സുതാര്യമായി വളരെ നന്നായിട്ട് ഇത് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അന്ന് ഞാൻ ഈ അളവെഴുതിയില്ലെങ്കിൽ കുഴപ്പമായില്ലെന്ന് എൻ്റെ കീഴുദ്യോഗസ്ഥർ പലരും ചോദിച്ചെങ്കിലും ഞാൻ പറഞ്ഞു, നമുക്കിങ്ങനെ നോക്കാം. സാധാരണഗതിയിൽ നമ്മൾ എല്ലായിടത്തും അളവെഴുതും, ഇത് നമുക്കിങ്ങനെ നോക്കാം. ആദ്യത്തെ ട്രയലിന് ശ്രീ കുഞ്ഞിരാമ മേനോൻ സാറ് പോലും ഒരുപാട് ചോദ്യങ്ങളൊന്നും ചോദിച്ചില്ല. കാര്യം അദ്ദേഹത്തിന് പോലും അത് കൺവിൻസിങ് ആയിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ നമ്മുടെ ഈ രണ്ടാമത്തെ കേസിൻ്റെ ട്രയലിൽ വളരെയധികം ക്വസ്റ്റ്യൻസാണ് 2 അഭിഭാഷകരും ഇതേ സംബന്ധിച്ച് ചോദിച്ചത്. അത് ധാരാളം ക്വസ്റ്റ്യൻസ് ചോദിച്ചു. പക്ഷേ ഒരു ക്വസ്റ്റ്യനിൽ പോലും നമുക്ക് പതറേണ്ട കാര്യമില്ല. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. ഒരു കൺഫ്യൂഷനും. എനിക്ക് വളരെ ക്രിസ്റ്റൽ ക്ലിയർ ആയിരുന്നു എൻ്റെ ഉത്തരങ്ങൾ. അതെന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ഹൃദയത്തിൽ നിന്നാണ് പറയുന്നത്. കാര്യം നമ്മുടെ ഓർമ്മയിലുണ്ട് നമ്മൾ എന്താണ് ചെയ്തത്, അതെങ്ങനെ, എന്താണ് അതിൻ്റെ സത്യം എന്താണ്, ഇതെല്ലാം നമുക്കറിയാം. നമ്മൾ അതാണ് പറയുന്നത്. അത് കോടതിക്ക് അവിശ്വസിക്കേണ്ട യാതൊരു കാര്യമില്ല. കാര്യം എന്തുകൊണ്ട് ചെയ്തില്ല, ചെയ്യാത്ത കാര്യം ഞാൻ ചെയ്തു എന്നും പറഞ്ഞില്ല. കോടതിയിൽ അഭിഭാഷകർ ചോദിച്ചു, നിങ്ങൾ അളവെടുത്തിരുന്നോ? ഇങ്ങനെ ഞാൻ അളവെടുത്തിരുന്നു, പക്ഷേ എഴുതിയിട്ടില്ല. എഴുതാത്തതിന് കാര്യം ഇന്നതാണ്. കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഈ അടിവസ്ത്രത്തിൽ ഹാഷിഷിന്റെ അംശം ഉണ്ടായിരുന്നോ എന്ന് കണ്ടെത്താൻ കെമിക്കൽ എക്സാമിനേഷൻ നടത്തിയില്ല എന്നുള്ളത്. അതും വളരെ ഗംഭീരമായിട്ട് താങ്കൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ സുതാര്യത ഒരു പ്രധാനപ്പെട്ട ഘടകമാണല്ലേ? തീർച്ചയായിട്ടും ഒരു തെളിവിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി കൃത്രിമമായിട്ടൊന്നും ചെയ്യരുത് എന്നുള്ളത്. തീർച്ചയായിട്ടും അതൊരു വലിയ പ്രിൻസിപ്പിളാണ്. അതായത് കേസ് അന്വേഷണം എന്ന് പറയുന്നത് ഒരു വളരെ സത്യസന്ധമായി നടത്തേണ്ട ഒരു എക്സസൈസാണ്. നമ്മൾ കാണുന്ന സ്ഥലത്ത് എന്തുണ്ടോ അതല്ലാതെ ആ തെളിവുകളെ ഒരിക്കലും എൻഹാൻസ് ചെയ്യാൻ ഒരു പോലീസ് ഓഫീസറും ശ്രമിക്കരുതെന്നാണ്. ഇത് പലയിടത്തും പലരും ചെയ്തതും പിടിക്കപ്പെട്ടതും ഇങ്ങനെയൊക്കെ നമ്മൾ പല വാർത്തകൾ കണ്ടിട്ടുണ്ട്. അല്ലാതെ തന്നെ ഞങ്ങൾ പലരും സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുന്ന ഇതിൽ നിന്ന് ഡ്രഗ് എടുത്ത് വസ്ത്രത്തിൽ അല്പം പുരട്ടി വയ്ക്കുക, എന്നിട്ട് അതിനെ കെമിക്കൽ അനാലിസിസിന് അയച്ചിട്ട് അതിൽ ഇതിൻ്റെ അതിൽ ഡ്രഗിൻ്റെ അംശമുണ്ടെന്ന് വരുത്തുക, അങ്ങനെ ഡ്രസ്സിൽ ബ്ലഡിന്റെ അംശം തേച്ച് പിടിപ്പിക്കുക, ഇതൊക്കെ ഒട്ടും അഭിലഷണീയമായ കാര്യമല്ല ഒരു കാരണവശാലും. അങ്ങനെ എന്തെങ്കിലും, ഞാൻ പറയുന്നു, അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ബെനിഫിറ്റ് അക്യൂസിന് കിട്ടിയാലും എനിക്കതിൽ യാതൊരു ഇതുമില്ല. കാര്യം അക്യൂസിനെതിരെ കള്ളത്തെളിവ് ഉണ്ടാക്കുന്നത് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കർത്തവ്യത്തിൽ പെടുന്ന കാര്യമല്ല, ചെയ്യാൻ പാടില്ലാത്തതുമായ കാര്യമാണ്. ഇവിടെ ഇത് അയക്കാതിരുന്നതിനെ കോടതിയിൽ ചോദിച്ചപ്പോഴും ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് ഇത് പൊതിഞ്ഞിരുന്ന പ്ലാസ്റ്റിക് ഷീറ്റ് എന്ന് പറയുന്നത് വളരെ ഭദ്രമായിട്ടാണ് ഇത് പൊതിഞ്ഞിരുന്നത്. അത് എങ്ങനെയായിരുന്നു വെച്ചിരുന്നത് പറയാം? ഈ അടിവസ്ത്രത്തിന് അണ്ടർവെയറിന് പോക്കറ്റ് ഉണ്ടായിരുന്നു? അതോ അല്ലല്ല, അണ്ടർവെയറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൻ്റെയും ഇടയിലുള്ള ഭാഗത്ത് ആണ് ഇത്. കാര്യം ഇത് ഞങ്ങളുടെ അടുത്ത് കൊണ്ടുവരുമ്പോൾ ഇത് ഓൾറെഡി ഇളക്കി എടുത്ത ശേഷമാണ് കൊണ്ടുവന്നത്. അണ്ടർവെയർ മാത്രമാണ് ഞാൻ ഊരി മേടിച്ചത്. എയർപോർട്ടിൽ നിന്ന് അവരെടുത്തിരുന്നു, എടുത്തിട്ടാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ അണ്ടർവെയർ ഞാൻ അത് വാങ്ങിച്ചു. അപ്പോൾ പക്ഷേ ഞാനത് ചോദ്യം ചെയ്ത് ശരിക്കും മനസ്സിലാക്കിയിരുന്നു, ഇതെങ്ങനെ സൂക്ഷിച്ചിരുന്നു, എന്താണ്, ആ ഒരു ഷേപ്പിലാണ് അതിരുന്നത്. അവിടെ നിന്ന് ഈ പേപ്പർ നന്നായിട്ട് ഞാൻ പരിശോധിച്ചു. ഈ പേപ്പർ ഒട്ടും പോറസ് അല്ല, അതായത് ഒട്ടും തന്നെ സുഷിരങ്ങളില്ലാത്ത, അതിൽ യാതൊരു, ഞാൻ ഈവൻ ലെൻസ് വെച്ച് വരെ നോക്കി, ഒരു പൊടി പോലും പുറത്തേക്ക് വരാതെ ഭദ്രമായി പാക്ക് ചെയ്തിരിക്കുമായിരുന്നു. അത് കഴിഞ്ഞ് ഇതിനകത്ത് പൊടി പുറത്തു പോകാനും പാടില്ല, അത്രയും വാല്യുബിളാണ്. അതെ, വിലയുണ്ട്. അതെ, അതുപോലെ ഞാൻ ഇതിലെല്ലാം നോക്കി, എന്തെങ്കിലും ഇതിൻ്റെ ട്രേസസ് വല്ലതും ഇതിൽ വീണിട്ടുണ്ടോ? ഒന്നുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി. നമ്മൾ പോസ്റ്റ്മോർട്ടം ഫോറൻസിക് സർജൻസിനോട് ചോദിക്കാറുണ്ട് ഈ ബോഡി പരിശോധിക്കുമ്പോഴുള്ള ഈ ബുദ്ധിമുട്ടിനെ കുറിച്ച്. എന്ന് പറഞ്ഞാൽ ഒരാളുടെ അടിവസ്ത്രം ഊരി കൊണ്ടുവരുന്ന ഈ നിലയ്ക്കുള്ള പരിശോധനയൊക്കെ. അതെ, അതൊക്കെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് അതിലൊന്നും, ഇപ്പോൾ ഡെഡ് ബോഡീസും നമ്മളും ഹാൻഡിൽ ചെയ്യുന്നു, ഇത്തരം കാര്യങ്ങൾ അതിലൊന്നും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. അതൊക്കെ വളരെ ഇതായിട്ട് തന്നെ സൂക്ഷ്മമായിട്ട് തന്നെ പരിശോധിക്കണം. അത് പരിശോധിച്ച്
ഞാൻ നോക്കിയപ്പോൾ അതിൽ യാതൊരു ട്രേസസും ഉണ്ടാവില്ല. അത് പിന്നെ ഒരു രാസപരിശോധനയ്ക്ക് അയക്കുന്നത് അനാവശ്യമാണ്. അത് കേസിന് ഒരിക്കലും ഗുണകരമാവില്ല. അതായത് ഇത് ഒരുപക്ഷെ അയച്ച ശേഷം ഇതിൽ ഒട്ടും തന്നെ ട്രേസസ് ഇല്ല എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മുടെ വാദമുഖങ്ങൾക്ക് എതിരെ വരാനിടയുള്ള ഒരു പ്രതിക്ക് അനുകൂലമായ ഒരു ഇതുപോലും ആകാൻ ഇടയുണ്ട്. ഇതൊരു ക്ലാസിക് എക്സാമ്പിൾ ആണ്. അതെ, അണ്ടർവെയറിന്റെ അളവെടുത്താൽ നാളെകളിൽ അത് മാറിപ്പോകാൻ സാധ്യതയുണ്ടെന്ന് തോന്നുമ്പോൾ അത് വേണ്ടാന്ന് തീരുമാനിക്കുന്നു. അതെ. ഈ ലഹരി മരുന്ന് പൊതിഞ്ഞിരുന്ന പേപ്പർ ഉണ്ടായിരിക്കെ അടിവസ്ത്രത്തിൽ അതിന്റെ പൊടികളുണ്ടോ എന്ന് പരിശോധിക്കുമ്പോൾ ഇല്ല എന്ന് നെഗറ്റീവ് എന്ന് പറഞ്ഞിട്ട് സാധ്യതയുണ്ട് എന്ന് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് തോന്നുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതൊക്കെ $1 മില്യൺ തീരുമാനമായിരുന്നു എന്ന് പറയും ഈ രണ്ടെണ്ണവും. തീർച്ചയായിട്ടും ഇതൊക്കെയാണെങ്കിൽ ഒരു കാര്യം കൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ഈ ഇങ്ങനെയെല്ലാം സൂക്ഷ്മമായിട്ട് അടിവസ്ത്രം പരിശോധിച്ച് തയ്യാറാക്കി എല്ലാം കൊണ്ടുവന്ന് കഴിയുമ്പോൾ ഹൈക്കോടതിയിൽ അവർ ഉന്നയിച്ചൊരു വാദം വലിയ തമാശയായിട്ട് തോന്നി. ഈ എന്റെ പ്രതി അടിവസ്ത്രം ഇടാറേ ഇല്ല എന്നാണ് വാദമുണ്ടായത്. അതൊരുപക്ഷെ പെട്ടെന്ന് ആലോചിച്ചാൽ വളരെ തണുപ്പുള്ള രാജ്യത്തുനിന്ന് വരുന്ന ഒരാൾക്ക് ഇവിടെ അടിവസ്ത്രം ഉപയോഗിക്കുന്നില്ല എന്ന് പെട്ടെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ശരിയായിരിക്കാമെന്ന് ആളുകൾക്ക് തോന്നും. പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ബിലോങ്ങിങ്സിൽ മറ്റൊരു അണ്ടർവെയർ ഉണ്ടായിരുന്നു, ഒരു അടിവസ്ത്രം ഉണ്ടായിരുന്നു എന്നുള്ളതൊരു ഫാക്റ്റാണ്. അതും അപ്പോൾ അങ്ങനൊരു കാര്യം ഉള്ളപ്പോൾ ഈ പറയുന്നതിൽ വലിയ ന്യായമുണ്ടെന്ന് നമുക്ക് തോന്നില്ല.